ഏറ്റുപറച്ചിലിന്റെ 5 ഭാഷകൾ. നമ്പർ 1 എന്ന് പറയുന്നത് ജെന്യുവിനായി തന്നെ പശ്ചാത്താപം പ്രകടിപ്പിച്ചുകൊണ്ടേയിരിക്കും. നമ്പർ 2 എന്ന് പറയുന്നത് ആ സാഹചര്യത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കും. നമ്പർ 3 എന്ന് പറയുന്നത് ഈ സാഹചര്യം ഇങ്ങനെ ഇങ്ങോട്ട് പോയാൽ പറ്റില്ലല്ലോ, എന്ത് സൊല്യൂഷനാണ് വേണ്ടത് എന്ന് നിങ്ങളെയും കൂടി കൂട്ടിയിരുത്തിക്കൊണ്ട് ആലോചിക്കുകയും അങ്ങനെ തന്നെ പെരുമാറുകയും ചെയ്യും. നമ്പർ 4, ഇനി ഇത് ആവർത്തിക്കാതിരിക്കാൻ എൻ്റെ ക്യാരക്ടറിൽ എന്ത് ചേഞ്ചാണ് കൊണ്ടുവരേണ്ടതെന്ന് ചോദിക്കുകയും അതിനനുസരിച്ച് പെരുമാറുകയും ചെയ്യുക. നമ്പർ 5 എന്ന് പറയുന്നത് ഫർഗീവ്നെസ് ചോദിക്കാൻ, അല്ലെങ്കിൽ ക്ഷമയാചിക്കാൻ യാതൊരു ഈഗോയും കാണില്ല. നിങ്ങളോട് വ്യക്തമായ രീതിയിൽ തന്നെ അത് ചോദിക്കും. സോറി പലപ്പോഴായി പറയുക എന്നതിലുപരിയായി നമ്മുടെ പ്രിയപ്പെട്ടവരുടെ പശ്ചാത്താപത്തിന്റെ ഭാഷകൾ കൂടി മനസ്സിലാക്കാനായി ശ്രമിക്കുക. പ്രകടമായ രീതിയിൽ സോറി തന്നെ പറയണമെന്നില്ല, പരിവർത്തനം ചെയ്യപ്പെട്ടാലും മതി, ട്രാൻസ്ഫോം ചെയ്തുകൊണ്ട് ആ സാഹചര്യത്തെ ഒഴിവാക്കിയാലും മതി. അതുകൊണ്ട് തന്നെ ഏറ്റുപറച്ചിലിന്റെ ഭാഷ മനസ്സിലാക്കുക. കുടുംബ ബന്ധങ്ങൾ ദൃഢമാകട്ടെ.